സർ, നോർമലി വീട് നിർമ്മാണത്തിൽ കണ്ടേക്കാവുന്ന കോമൺ മിസ്റ്റേക്സ് എന്തെല്ലാം? ഏറ്റവും കൂടുതലായിട്ട് പ്ലാനിങ്ങിലാണ് മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യത. സ്പേസ് മാനേജ്മെൻറ്റ്. കാരണം പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് സ്പേസ് ഉണ്ടാകില്ല. ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്പേസ് ഉണ്ടായേക്കാം. അപ്പോൾ സ്പേസ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. അവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്സ് ഉണ്ടാവുക. പിന്നീട് തിരുത്താൻ പറ്റില്ല. പലതും തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാകും, പക്ഷേ സ്പേസ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇത് ഇനീഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് കൺസ്ട്രക്ഷനിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കൂടുതലും ചെയ്തു പോകുന്ന കണ്ടംപററി സ്റ്റൈൽ വീടുകളുടെയൊക്കെ എലിവേഷൻസ് നമ്മുടെ ഇത്രയും മഴയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യത്തിന് സെൻഷെയ്ഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാതെ പോകുമ്പോൾ അത് സർവീസുകൾ കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ സർവീസിന് കുഴപ്പമില്ല, നമുക്ക് ആ സ്റ്റൈലിനോട് മാത്രമാണ് താല്പര്യം, മനുഷ്യനെ ഈ പെയിൻ്റ് അടിക്കാം, അങ്ങനെ സർവീസൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അല്ലാത്ത പക്ഷം അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നീട് എടുത്തു പറയാൻ ചില മിസ്റ്റേക്സുകൾ, സെറ്റ് ബാക്ക് ആവശ്യത്തിന് നല്ലൊരു പ്ലോട്ട് ഉണ്ടായാൽ പോലും ആവശ്യത്തിന് സെറ്റ് ബാക്ക് കൊടുക്കാത്തൊരു സാഹചര്യം. അപ്പോൾ സെറ്റ് ബാക്ക് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ എത്രത്തോളം നന്നായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വീടിൻ്റെ ആ ഒരു ടോട്ടൽ ആംബിയൻസ് എസ്തെറ്റിക് സൈഡ് മാറുമെന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സുകൾ ശരിക്കും ഭവന നിർമ്മാണ മേഖലയിൽ ഉണ്ട്. അതിനൊക്കെ ഏറ്റവും നന്നായി ടേക്ക് കെയർ ചെയ്യാനായിട്ട് വളരെ ഒരു പ്രൊഫഷണലായ കമ്പനിയുമായിട്ട് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, പ്രൊഫഷണലായ ഒരു കമ്പനിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്.